നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേന്ദ്രമന്ത്രിസഭയിൽ പ്രാതിനിധ്യം വേണമെന്ന SNDP നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് BJP നേതൃത്വത്തിൽ ഭിന്നത രൂപപ്പെട്ടിരിക്കുകയാണ്. ഇതിന് വിശദാംശങ്ങൾ നൽകാൻ ദില്ലിയിൽ നിന്നും M സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുന്ന സാഹചര്യത്തിൽ തന്നെയാണ് SNDP പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട BJP നേതൃത്വവുമായുള്ള ചർച്ച. ഈ രീതിയിൽ കാര്യങ്ങൾ പോകുമ്പോൾ തന്നെയാണ് ഒരു വിഭാഗത്തിന്റെ എതിർപ്പ് മറന്നീക്കി പുറത്തു വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ? സുരേഷ്, ഇന്ന് വൈകുന്നേരമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും തമ്മിലുള്ള കൂടിക്കാഴ്ച നിശ്ചയിച്ചിരിക്കുന്നത്. ഈ കൂടിക്കാഴ്ചയിൽ പ്രധാനമായും കേരളത്തിലെ രാഷ്ട്രീയ വിഷയങ്ങളും അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇതിൽ രണ്ടിലുമുള്ള തിരഞ്ഞെടുപ്പ് സഖ്യങ്ങളെയും സംബന്ധിക്കുന്ന ചർച്ചകൾ തന്നെയാണ് ഇന്നത്തെ യോഗത്തിലുള്ളത്. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് കേരളത്തിലെ BJP സംസ്ഥാന നേതൃത്വം SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന പല ഉപാധികളോടും കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള കർശന ഉപാധികൾ അംഗീകരിച്ചുകൊണ്ട് SNDP നേതൃത്വവുമായി സഹകരിക്കേണ്ടതിന്റെ ആവശ്യമില്ല എന്ന് ഒരു വിഭാഗം രംഗത്തെത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു കൂടിക്കാഴ്ചയിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യവും കഴിഞ്ഞ തവണ BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷായെ വെള്ളാപ്പള്ളി നടേശൻ കണ്ട സമയത്ത് സംസ്ഥാന അധ്യക്ഷൻ V മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, കേരളത്തിൽ നിന്നുള്ള നേതാക്കന്മാർ ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിരുന്നു. എന്നാൽ ഇന്ന് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ സംസ്ഥാന നേതൃത്വത്തെ ഇടപെടിക്കാതെ അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തെ ഉൾപ്പെടുത്താതെയുള്ള ചർച്ചകളാണ് നടക്കുന്നത്. അതുമാത്രമല്ല, കൂടിക്കാഴ്ചയ്ക്കുള്ള സമയം അനുവദിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും സംസ്ഥാന നേതൃത്വത്തെ കേന്ദ്ര നേതൃത്വം ഉൾപ്പെടുത്തിയിട്ടില്ല. SNDP നേതാക്കളുമായി, വെള്ളാപ്പള്ളി നടേശനുമായി നേരിട്ടുള്ള ചർച്ചകളാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഉള്ള കാര്യം SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ ആവശ്യം മകൻ തുഷാർ വെള്ളാപ്പള്ളിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കേന്ദ്രമന്ത്രിസ്ഥാനം ലഭിക്കണം, അല്ലെങ്കിൽ നല്ല വകുപ്പുകൾ ലഭിക്കണം, കേന്ദ്രമന്ത്രിസ്ഥാനം ലഭിക്കണം എന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നു. ഈ ഉപാധി അംഗീകരിച്ചു കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സഖ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയും എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ മുന്നോട്ട് വെക്കുന്നത്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള മറ്റ് കോർപ്പറേഷനുകളിലും പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളതിലും SNDPക്ക് പങ്കാളിത്തം വേണമെന്നും വെള്ളാപ്പള്ളി നടേശൻ ഉപാധിയായി മുന്നോട്ട് വെക്കുന്നു. ഈ ഉപാധികളാണ് ഒരു വിഭാഗം സംസ്ഥാന നേതൃത്വം എതിർപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു ശ്രദ്ധേയമായ വിഷയം, BJP ദേശീയ നേതൃത്വം കേരളത്തിലെ സാഹചര്യങ്ങൾ പഠിക്കാൻ BJP സംസ്ഥാന നേതൃത്വത്തെ ചുമതലപ്പെടുത്തുന്നതിന് പകരം സ്വകാര്യ ഏജൻസി വെച്ച് ഒരു പഠനം നടത്തുന്നു. SNDPയുമായിട്ടുള്ള സഹകരണം ഏതു തരത്തിൽ BJPക്ക് ഗുണം ചെയ്യും എന്നുള്ള കാര്യങ്ങളാണ് ഇവർ പരിശോധിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം വെള്ളാപ്പള്ളി നടേശന് ഇപ്പോൾ BJP ദേശീയ നേതൃത്വം നൽകുന്നു എന്നുള്ളതാണ് സംസ്ഥാന നേതാക്കളെ ചൊടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കടുത്ത ഉപാധികൾ അംഗീകരിച്ചുകൊണ്ടുള്ള വെള്ളാപ്പള്ളിയുമായിട്ടുള്ള സഖ്യം ആവശ്യമില്ല എന്ന ഒരു വിഭാഗം ആവശ്യപ്പെടുന്നു. സ്വാഭാവികമായും ഈ ഒരു കാര്യത്തിൽ BJP സംസ്ഥാന നേതൃത്വത്തിനിടയിൽ ഇപ്പോൾ കടുത്ത അഭിപ്രായ ഭിന്നതയാണ് ഉയർന്നു വന്നിരിക്കുന്നത്. സന്തോഷ്, BJP നേതൃത്വം, പ്രത്യേകിച്ച് കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വവുമായി അത്ര ഈ ഒരു വിഷയം ചർച്ച ചെയ്യാതെ ഒരു സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിച്ചുകൊണ്ട് നേരിട്ട് ഒരു ബാർഗൈനിങ് രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അതിലുള്ള എതിർപ്പ് തന്നെയാണോ സംസ്ഥാനത്തെ BJP നേതൃത്വത്തിലെ ഒരു വിഭാഗം പ്രകടമാക്കിയിരിക്കുന്നത്? അത് മാത്രമല്ല, ഇത്തരം തുഷാർ വെള്ളാപ്പള്ളിക്കടക്കം ഇത്തരം ഒരു സ്ഥാനം കൊടുക്കുന്നതിലെ എതിർപ്പ് തന്നെയാണോ പ്രകടമായിരിക്കുന്നത്? സുരേഷ്, NDA സഖ്യം അധികാരത്തിൽ വന്ന ഉടൻ തന്നെ കേരളത്തിൽ നിന്നുള്ള പല നേതാക്കളും കേന്ദ്രമന്ത്രി സ്ഥാനം മോഹിച്ചിരുന്നു. അതോടൊപ്പം തന്നെ പല സ്ഥാനങ്ങളും മോഹിച്ചിരുന്നെങ്കിൽ കൂടിയും ദേശീയ നേതൃത്വം ഒരു തരത്തിലും സംസ്ഥാന BJP നേതാക്കൾക്ക് മന്ത്രിസ്ഥാനമോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പദവികളോ കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഇപ്പോഴും ഇത്തരത്തിലുള്ള സ്ഥാനങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നേതാക്കന്മാർ രംഗത്തുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ വെള്ളാപ്പള്ളി നടേശന്റെ രംഗപ്രവേശം നിലവിലുള്ള നേതാക്കന്മാരെ അപ്രസക്തമാക്കുമെന്നും അവർക്ക് സ്ഥാനങ്ങൾ ലഭിക്കുന്നതിന് തടസ്സമാകുമെന്ന് മുതിർന്ന അല്ലെങ്കിൽ ഈ സ്ഥാനം ആഗ്രഹിക്കുന്നവർക്ക് എല്ലാം തന്നെ അറിയാം. ഈ ഒരു സാഹചര്യത്തിൽ അമിത്ഷാ നേരിട്ടാണ് വെള്ളാപ്പള്ളി നടേശനുമായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തെ ഉൾപ്പെടുത്താതെയുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. ഈ ഒരു കാര്യങ്ങളിലാണ് BJP സംസ്ഥാന നേതൃത്വത്തിന് ഒരു വിഭാഗത്തിന് കടുത്ത രീതിയിലുള്ള എതിർപ്പുള്ളത്. അതോടൊപ്പം തന്നെ കേരളത്തിലെ ഒരു ഹിന്ദു നേതാവായി വെള്ളാപ്പള്ളി നടേശനെ ഉയർത്തിക്കാട്ടാനുള്ള ശ്രമമാണ് കേന്ദ്ര നേതൃത്വം നടത്തുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ രഥയാത്ര നടത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ BJP ദേശീയ നേതൃത്വം വെള്ളാപ്പള്ളിയെ ചുമതലപ്പെടുത്തി CPM നേതാവ് ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ കൂടെ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ, തുഷാർ
തുഷാർ വെള്ളാപ്പള്ളി നടേശനടക്കം ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തുകയാണ്. ആർ ശങ്കറിന്റെ പ്രതിമാനാച്ഛാദനവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ചർച്ച ചെയ്യുന്നത് എന്ന് പറയുന്നെങ്കിലും പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറെ പ്രാധാന്യമാണ് ഇതിന് കൽപ്പിക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ BJP നേതൃത്വത്തിൽ ഭിന്നതയുണ്ട് എന്ന രീതിയിലും വാർത്തകൾ പുറത്തുവരുന്നു. പുതിയ സാഹചര്യത്തിൽ ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് താങ്കൾ ഏത് രീതിയിലാണ് കാണുന്നത്, സമീപിക്കുന്നത്? സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്ന എല്ലാ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും ഒരു കാര്യം മനസ്സിലാക്കാനാവും. BJP എന്ന് പറയുന്ന തികഞ്ഞ രാഷ്ട്രീയ വർഗീയ നിലപാട് സ്വീകരിച്ചു പോകുന്ന ഒരു പ്രസ്ഥാനമാണ്. ആർക്കും ഒരു തർക്കമില്ല. ഭൂരിപക്ഷ വർഗീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്ഥാനമായിട്ടാണ് ഒരു സ്വത്വത്തിന്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സംഘടന എന്ന രീതിയിലാണ് ഈ പറയുന്ന RSSനെയും അതിന്റെ ന്യൂക്ലിയസ് ആയിട്ടാണ് RSSനെയും കാണുന്നത്. അപ്പോൾ BJPക്ക് നേതൃത്വം കൊടുക്കുന്നത് RSS ആണ്. ഈ RSSന്റെയും അതുപോലെ തന്നെ BJPയുടെയും തൊഴുത്തിൽ കൊണ്ടുപോയിട്ട് SNDPയെ കെട്ടാനുള്ള ശ്രമമാണ്. അതിന്റെ അകത്ത് വിപരീതങ്ങൾ തമ്മിൽ പരസ്പരം ശക്തമത്തായ ആശയ സംഘർഷം ഉള്ളപ്പോഴും അതിന്റെ നേതാക്കന്മാരായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശനും അതുപോലെ തന്നെ ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളിയും ഉൾപ്പെടെയുള്ളവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ശ്രമം എന്ന് പറയുന്നത് കേവലമായിട്ടുള്ള ഏതെങ്കിലും SNDPയുടെ വളർച്ചയല്ല ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ SNDPക്കെതിരായ ഒരു നിലപാട് സ്വീകരിക്കുന്നവരല്ല, CPM പ്രത്യേകിച്ച്. SNDP നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് രൂപം കൊണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നവോത്ഥാന ഉൽപ്പന്നങ്ങളിൽ ഒന്നാണ്. അത് ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഒരു പൊതുവായ രാജ്യത്തിന്റെ പ്രസ്ഥാനമാണ്. അതൊരു ജാതി പ്രസ്ഥാനമൊന്നുമില്ല. പക്ഷെ ആ പ്രസ്ഥാനത്തെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് സ്വത്വരാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ ഇപ്പോഴും SNDP നേതൃത്വത്തിലുള്ള ചിലര് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ പ്രധാനപ്പെട്ട ഉന്നം ഒന്ന് സമ്പത്തിന്റെ സോഴ്സ് കണ്ടെത്തുക എന്നുള്ളതാണ്. രണ്ട് വളരെ പ്രധാനപ്പെട്ട പദവി നേടുക എന്നുള്ളതാണ്. പണം ഉണ്ടായത് കൊണ്ട് മാത്രം കാര്യമില്ല, പദവി വേണം. അപ്പോൾ ആ പദവി എങ്ങനെയൊക്കെ നേടാം, അത് അപ്പുറം ഇപ്പുറം എല്ലാം വിലപേശി എവിടെ നിന്നാണോ കൂടുതൽ പദവിയും അതുപോലെ തന്നെ ഈ പറയുന്ന രീതിയിലുള്ള സ്വരൂപണത്തിന് സൗകര്യവും പണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് കണ്ടെത്താനുള്ള വഴിയും എന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള നിലപാടുകളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നിലപാടിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് CPI മുമ്പേ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. SNDPയുടെ പേരിൽ വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും അടക്കം BJPയുമായി ഉണ്ടാക്കുന്ന ബന്ധം അത് ഏതെങ്കിലും രീതിയിൽ കേരളത്തിൽ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നതാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, അതിലിപ്പോ ഒന്നും പറയാൻ സാധിക്കില്ല ഇവരുടെ നിലപാടെന്താണ്. കാരണം ഇവരുടെ നിലപാട് സൂക്ഷ്മമായി പരിശോധിക്കുന്നവർക്ക് ഉറച്ചിവർ ഇന്ന് BJPയുടെ ഒപ്പമാണ് നിൽക്കുക, അല്ലെങ്കിൽ BJP തന്നെയും UDFനെതിരായിട്ടാണ് നിൽക്കുക എന്ന് പറയാൻ സാധിക്കില്ല. ഇവിടെ ഇടതുപക്ഷ പ്രസ്ഥാനമാണ് ഇവരുടെ എല്ലാ ശത്രു. SNDPയുടെ നേതൃത്വത്തിന്റെ ശത്രു CPM ആണ്, BJPയുടെ ശത്രു CPM ആണ്, എല്ലാ വർഗീയ പ്രസ്ഥാനങ്ങളുടെയും ശത്രു CPM ആണ്, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള UDFന്റെ ശത്രു CPM ആണ്. അപ്പോൾ CPMനെ കേരളത്തിൽ എങ്ങനെയാണ് വലിയ രീതിയിൽ ആക്രമിക്കാനാവുക എന്നുള്ളതാണ് ഇവരൊക്കെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഗവേഷണം നടത്തിയ അനുഭവം കേരളത്തിൽ മുമ്പുണ്ടായിട്ടുണ്ട്. കോൺഗ്രസുകാരും BJPക്കാരും ലീഗുകാരും ചേർന്ന് മത്സരിച്ച അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതാണ് വടകരയുടെയും ബേപ്പൂരിന്റെയൊക്കെ അനുഭവം. അങ്ങനെ കോലീബി സഖ്യം നടന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോ കോൺഗ്രസിനോട് തന്നെയും BJP ഏത് നിലപാടാണ് സ്വീകരിക്കുക, അതിന്റെ ഒപ്പം ചേരുന്ന SNDP എന്ന നിലപാടാണ് സ്വീകരിക്കുക. അതിന്റെ അകത്തൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന വിപരീതങ്ങൾ ഏത് രീതിയിലേക്ക് ഏത് ദിശയിലേക്കാണ് കാര്യങ്ങൾ നീക്കുക, BJPക്കകത്ത് തന്നെ ഉണ്ടാകുന്ന സംഘർഷങ്ങളും അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന വിപരീതങ്ങളും ഏത് സമീപനത്തിലേക്കാണ് നീങ്ങുക എന്നൊന്നും നമുക്ക് ഇപ്പോഴും പറയാൻ സാധിക്കുന്നില്ല. പക്ഷെ ഇവരെല്ലാം ഒരു കാര്യം പൊതുശത്രുവായിട്ട് CPMനെയാണ് കാണുന്നത്. അതുകൊണ്ട് CPMനെ സംബന്ധിച്ചിടത്തോളം ഈ നിലപാടുകൾക്കെതിരായിട്ട് ഈ തെറ്റായ സമീപനങ്ങൾക്കെതിരായിട്ട് ജനങ്ങളെ വഞ്ചനാപൂർവം ഈ സമീപനത്തിലേക്ക് നയിക്കാൻ ശ്രമിക്കുന്ന അവരുടെ ഇന്നത്തെ അടവുപരമായ സമീപനത്തെ സംബന്ധിച്ച് ജനങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്, ജനങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്, അതുപോലെ തന്നെ അത് തുറന്നു കാണിക്കേണ്ടതുണ്ട്. അതാണ് ഞങ്ങൾ ഇതിലെടുത്തിട്ടുള്ള നിലപാട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം CPMനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണ്. RSSന്റെ തൊഴുത്തിൽ കൊണ്ടുപോയിട്ട് SNDPയെ പൂർണ്ണമായി തളക്കാൻ ഒരാൾ വിചാരിച്ചാലും സാധിക്കുന്നതല്ല. കാരണം ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളും ഈ സംഘപരിവാർ വിഭാഗത്തിന്റെ സവർണ മേധാവിത്വത്തിന് ഇപ്പോ അതിലേറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് നമ്മളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഇപ്പൊ തന്നെ ശക്തിയായി RSS എടുത്തൊരു നിലപാട് സംവരണം പാടില്ല എന്നുള്ളതാണ്. സംവരണത്തെ ഇന്നത്തെ രീതിയിൽ നിന്ന് മാറ്റേണ്ടതുണ്ട് എന്നാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചോളം പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള സംവരണം തുടരണം.
പിന്നോക്ക സമുദായത്തിലെ പിന്നോക്കക്കാർക്ക് സംവരണം ശക്തമായ രീതിയിൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് മുഴുവൻ കൊടുക്കാൻ സാധിക്കണം. മുന്നോക്ക സമുദായത്തിലെ സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്നവർക്കും ഒരു ചെറിയ ശതമാനം കൊടുക്കാൻ സാധിക്കുന്ന രീതിയിൽ ഭരണഘടനാപരമായ മാറ്റം തന്നെ വരുത്താൻ മുൻകൈയെടുക്കണം. ഇതാണ് CPIM കൈകാര്യം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിലപാട്. പാവപ്പെട്ട ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ്. ആ പ്രശ്നത്തിലാണ് സമയപരിമിതി കൊണ്ട് ഒന്ന് ഇടപെടുകയാണ്. വളരെയധികം നന്ദിയുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങളോട് ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചതിന്. SNDP യോഗം മുന്നോട്ട് വച്ച ഉപാധികളിൽ സംസ്ഥാന BJP നേതൃത്വത്തിൽ ഭിന്നത ഉണ്ട് എന്നാണ് ഏറ്റവും പുതിയ വാർത്തകൾ സൂചിപ്പിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഈ ഒരു ഭിന്നത വ്യക്തമായിരിക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങളാണ് ഇതിൽ നിന്നും M. സന്തോഷ് നൽകിയത്.